മുഗളായി ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1/2 കിലോ ബോൺലെസ് ചിക്കൻ വേണം. ഇതിലേക്ക് 1/2 കപ്പ് പുളി കുറഞ്ഞ കട്ടത്തൈര്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് ഒരു ഏകദേശം അരമണിക്കൂർ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി 1 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും നോൺ സ്റ്റിക് പാത്രത്തിൽ ചൂടാക്കി അതിലേക്ക് ഹോൾ സ്പൈസസ്, അതായത് കറുവാപ്പട്ട, ഏലക്ക, ബേ ലീവ്സ്, കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് വേവിക്കണം. ഒരു 6 നട്ട്സും അതുപോലെ തന്നെ ഒരു 6 ബദാമും നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കണം. അത് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ സവോള വറുത്തത് ഒരു 2 സവോള നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് അതിൻ്റെ പകുതി നമ്മൾ ഈ നട്ട്സിൻ്റെയും ബദാമിൻ്റെയും കൂടെ അരച്ചെടുക്കണം. അതുപോലെ ബാക്കി പകുതി നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം. ഇനി കോഴി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ചതും അതുപോലെ തന്നെ ക്രഷ് ചെയ്തതും ഇതിലേക്ക് ചേർക്കുക, ചിക്കൻ കറിയിൽ ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം, അല്ലെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും ചേർത്താൽ മതി. പിന്നെ നമ്മൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തീ നിർത്താം. ഇങ്ങനെയാണ് നമ്മുടെ മുഗളായി ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കേണ്ടത്.